ഗണിതശാസ്ത്രത്തിലെ ഒന്നാമത്തെ അധ്യായമായ സമാന്തര ശ്രേണികൾ അഥവാ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന പാഠഭാഗമാണ് നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 21 ചില ചോദ്യങ്ങളാണ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിരുന്നത്. അതിൻ്റെ ബാക്കി, അതായത് ക്വസ്റ്റ്യൻ നമ്പർ 5 മുതൽ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി. How many 3-digit numbers are there which leave a remainder 3 on division by 7? അപ്പൊ ഇതുപോലെയുള്ള കണക്കുകൾ നമ്മൾ അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ വരുന്ന എന്നൊക്കെ പറഞ്ഞിട്ട് കണക്കുകൾ നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിൽ നിന്ന് ഇവിടെ ഒരു വ്യത്യാസമുള്ളത് ഹൗ മെനി 3-digit numbers എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എത്ര 3-digit numbers ആണ്, എത്ര മൂന്നക്ക സംഖ്യകളാണ്, എങ്ങനെയുള്ള മൂന്നക്ക സംഖ്യകളാണ്? വിച്ച് ലീവ് എ റിമൈൻഡർ 3. റിമൈൻഡർ എത്ര കിട്ടണം? 3 കിട്ടണം. ശിഷ്ടം 3 കിട്ടണം. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താല്? 7 കൊണ്ട് ഡിവൈഡ് ചെയ്താല്. അതായത് ഒരു നമ്പറിനെ, ഒരു 3-digit നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ 3 റിമൈൻഡർ കിട്ടണം. അത് എന്തിനുള്ളിൽ ആവുകയും വേണം? 3-digit നമ്പേഴ്സ് ആവുകയും വേണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം 3-digit നമ്പേഴ്സ് ഏതൊക്കെയാ നോക്കാം. ഫസ്റ്റ് 3-digit തുടങ്ങുന്നത് ഏതിൽ നിന്നാണ്? ഫസ്റ്റ് 3-digit നമ്പർ തുടങ്ങുന്നത് 100 അല്ലേ. അപ്പൊ 100 ആണ് ഫസ്റ്റ് 3-digit നമ്പർ. 99 എത്ര ഡിജിറ്റേ ഉള്ളൂ? 2 ഡിജിറ്റേ ഉള്ളൂ അല്ലെ. അപ്പൊ 99 കഴിഞ്ഞാൽ വരുന്ന അടുത്തത് 100 ആണ്. ഇനി ഹൗ മെനി 3-digit നമ്പേഴ്സ് ആർ ദെയർ? 3-digit നമ്പേഴ്സ് എത്ര ഉണ്ട് എന്നല്ലേ ചോദിച്ചത്. അപ്പൊ എത്ര 3-digit നമ്പേഴ്സ് ഉണ്ട്? ആകെ എത്ര 3-digit നമ്പേഴ്സേ ഉള്ളൂ? 100 തുടങ്ങിയിട്ട് എത്ര വരെ? 999 വരെ അല്ലെ. ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന നമ്പർ 1000 ആണ്. 1000 എത്ര ഡിജിറ്റ് ഉണ്ട്? 4 ഡിജിറ്റ് ഉണ്ട്, 4 അക്ക ഉണ്ട് അല്ലെ. അപ്പൊ ഇത് നമുക്ക് പാടില്ല, കാരണം നമ്മളോട് ഓൺലൈൻ 3 ഡിജിറ്റ് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് 919 വരെ നമുക്ക് എടുക്കാൻ പാടുള്ളൂ. ഇനി അത് നമ്മൾ ഫസ്റ്റ് കണ്ടീഷൻ നമ്മളിവിടെ ഫുൾഫിൽ ചെയ്തു. 3-digit നമ്പേഴ്സ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചു. ഇനി അടുത്ത കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ ലീവ് എ റിമൈൻഡർ 3 ഓൺ ഡിവിഷൻ ബൈ 7. 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 3 വരണം. അപ്പൊ അതെങ്ങനെയാ നമുക്ക് ചെയ്യാം? ആദ്യം നമ്മൾ ജസ്റ്റ് 100-ലല്ലേ തുടങ്ങുന്നത്. 100-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. പൂർണ്ണമായിട്ട് പോവാൻ പാടില്ല. എന്ത് വരണം? 3 റിമൈൻഡർ വരണം എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ എങ്ങനെയാ? 10-ൽ എത്ര 7s ഉണ്ട് നോക്കാം. 10-ൽ ഒരു 7 ആണുള്ളത് അല്ലെ. 1 7 is 7. ഇനി 10-ന്ന് 7 മൈനസ് ചെയ്താൽ 3 കിട്ടും. ഈ 0 നമ്മൾ ഇങ്ങോട്ട് ഇറക്കിയിടാം. 13-ൽ എത്ര 7 ഉണ്ട്? 30-ൽ എത്ര 7s ആണത്? 4 7s are 28 ആണെന്ന് നമുക്കറിയാം. അപ്പൊ 4 7s ആണുള്ളത്. അപ്പൊ റിമൈൻഡർ ഇവിടെ എത്ര വന്നത്? 2 വന്നു. അതായത് 100-നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോ നമുക്ക് റിമൈൻഡർ എത്രയാ കിട്ടിയത്? 2 ആണ് കിട്ടിയത്. ബട്ട് വി ക്വസ്റ്റ്യനിൽ എത്രയാ ചോദിച്ചിരിക്കുന്നത്? 3 ആണ് അല്ലെ. 3 ആയിരിക്കണം റിമൈൻഡർ വേണ്ടതെന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ 3 ആവണമെങ്കിൽ ഇവിടെ എന്ത് മാറ്റം വരുത്തിയാൽ മതിയാവും? അപ്പൊ 100-നെ ഡിവൈഡ് ചെയ്തപ്പോ 2 റിമൈൻഡർ വന്നെങ്കിൽ 101-നെ ഒന്ന് ചെയ്ത് നോക്ക. 101-നെ 7 കൊണ്ട് ചെയ്താല് എത്രനെ കിട്ടാ? 1 7 31. 31-നെ 28 മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 3 കിട്ടി. അപ്പൊ നിങ്ങൾ ഇത് മാത്രം ചെയ്ത് നോക്കിയാൽ മതി. ഇത് ചെയ്ത് നോക്കാം. ഇത് ചെയ്ത് നോക്കിയിട്ട് റിമൈൻഡർ എത്രയാണോ കിട്ടുന്നത് അത് നമുക്ക് ആവശ്യമുള്ളതിനേക്കാളും കുറവാണെങ്കിൽ എത്രയാണോ കുറവ് അത്ര എന്ത് ചെയ്യാ? പ്ലസ് ചെയ്യാ. അത് ഇതിനോട് പ്ലസ് ചെയ്യാം. അപ്പൊ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് 3 ആയിരുന്നു, എന്നാൽ നമുക്ക് ഇവിടെ 2 ആണ് കിട്ടിയത്. അപ്പൊ 2-ന്ന് 3-ലേക്ക് എത്ര പ്ലസ് ചെയ്യണം? 1. ആ 1 ഇവിടെ പ്ലസ് ചെയ്ത് കൊടുക്കുക. ഈ 100-ല് പ്ലസ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോ നമുക്ക് ഇവിടെ 3 കിട്ടി. നമുക്ക് 2 ആയിരുന്നു വേണ്ടതെങ്കിൽ എന്ത് ചെയ്യാ? ഇതിന് ഇങ്ങോട്ട് കുറച്ചാൽ 2 ഡിജിറ്റ് ആയി പോട്ടോ. അപ്പൊ അങ്ങനെയല്ല, ഇവിടെ നമുക്ക് 3 ആയിരുന്നു വേണ്ടത്. അപ്പൊ 2-നോട് 1 കൂട്ടുക.
അതിന് പകരം 100നോട് എന്ത് ചെയ്യാ 1 കൂട്ടിയിട്ട് ചെയ്താൽ മതി. അപ്പൊ ഫസ്റ്റ് മെമ്പറിനെ നമ്മൾ കണ്ടുപിടിച്ചു. ഏതാണ് സീക്വൻസിലെ ഫസ്റ്റ് മെമ്പർ ഏതാണ്? ഫസ്റ്റ് മെമ്പർ 101 ആണ്. ഓക്കെ, ഫസ്റ്റ് മെമ്പർ 101. ഈ 101നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? റിമൈൻഡർ 3 കിട്ടും. ഓക്കെ, ഇനി അടുത്ത നമ്പർ എങ്ങനെ കാണാം? അപ്പൊ 7 തന്നെയായിരിക്കും ഇനി ഇവിടെ കോമൺ ഡിഫറൻസ്. ഓക്കെ, അടുത്ത നമ്പർ എത്രയായിരിക്കും? 108 ആയിരിക്കും. എന്റെ അടുത്ത നമ്പർ എത്രയായിരിക്കും? 108നോട് 7 കൂട്ടിയാല് 115 ആയിരിക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇത് നമ്മൾ തുടക്കം കണ്ടുപിടിച്ചു. ഇനി അവസാനം എത്ര ഉണ്ടെന്നും കൂടെ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. അതിനെന്താ ചെയ്യേണ്ടത്? 999നെയും 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. റിമൈൻഡർ എത്ര കിട്ടണം? നമുക്ക് 3 കിട്ടണം. ചെയ്ത് നോക്കാം. 9ൽ എത്ര 7s ഉണ്ട്? 1 7 7. 9 minus 7 2. ഇനി 29ൽ എത്ര 7s ഉണ്ട് നോക്കാം. 4 7s are 28 ആണ് നമുക്കറിയാം അല്ലെ. 29ന് 28 മൈനസ് ചെയ്താൽ 1. ഇനി വീണ്ടും ഈ 9 നമ്മൾ ഇങ്ങോട്ട് ഇറക്കിയിട്ടു. 19ൽ എത്ര 7s ഉണ്ട്? 19ൽ എത്ര 7s ഉള്ളത്? 2 7s are 14 ആണ് നമുക്കറിയാം അല്ലെ. 2 7s are 14. അപ്പൊ 19 മൈനസ് 14 എത്രയാണ്? 5 കിട്ടി. ഓക്കെ, ഇവിടെ നമുക്ക് റിമൈൻഡർ എത്രയാണ് വേണ്ടത്? 3 ആണ് വേണ്ടത്. പക്ഷെ നമുക്ക് ഇവിടെ എത്ര കിട്ടി? 5 കിട്ടി. 5ൽ എത്ര മൈനസ് ചെയ്താലാണ് 3 കിട്ടുക? 5ന്ന് 2 മൈനസ് ചെയ്താലല്ലേ 3 കിട്ടുക? 5ന്ന് 2 മൈനസ് ചെയ്താലല്ലേ 3 കിട്ടുക? ഈ 2 എന്തെന്ന് അങ്ങ് മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി. 999 മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് ആളെ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? ലാസ്റ്റ് 3 ഡിജിറ്റ് നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. എത്രയാണ് റിമൈൻഡർ വരുന്നത് നോക്കുക. അത് 3നേക്കാൾ അധികമാണെങ്കിൽ അതിന് 3 കിട്ടാൻ എത്ര നമ്പർ മൈനസ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കുക. ആ നമ്പർ നമ്മുടെ ലാസ്റ്റ് ടേമിൽ എന്ത് ചെയ്താളാം? മൈനസ് ചെയ്യാം. ഓക്കെ, നേരത്തെ നമ്മള് 2ന് +1 ആ ചെയ്തത് അല്ലെ. അപ്പൊ ഇവിടെ നമ്മള് 101 കിട്ടി. ഇവിടെ 5ന്ന് നമ്മൾ എത്ര മൈനസ് ചെയ്തു? 2 മൈനസ് ചെയ്തപ്പോ 3 കിട്ടി. അപ്പൊ അവിടെ 999 നമുക്ക് എത്ര മൈനസ് ചെയ്യണം? ഇവിടെ 2 മൈനസ് ചെയ്യണം. അപ്പൊ 999 മൈനസ് 2 എത്ര കിട്ടും? 997. ദാറ്റ് ഈസ് ദ ലാസ്റ്റ് ടേം ഓഫ് ദിസ് സീക്വൻസ്. അപ്പൊ ലാസ്റ്റ് ടേം നമുക്ക് എത്ര കിട്ടിയത്? 997. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്ക് സീക്വൻസ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. 101 എന്ന് തുടങ്ങിയിട്ട് 997 വരെയാണ് നമ്മുടെ സീക്വൻസ് ഉള്ളത്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇത് എത്ര എണ്ണം ഉണ്ട് എന്നാണ് അല്ലെ. ഇങ്ങനെ നമുക്കൊരു സീക്വൻസ് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇതിൽ എത്ര ടേംസുകൾ ഉണ്ട് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ടേംസിന്റെ എണ്ണം കാണാൻ ഞാനിവിടെ ഒരു ഇക്വേഷൻ പറഞ്ഞു തരാം. ടേംസിന്റെ എണ്ണം കാണാനുള്ള ഇക്വേഷൻ ആണ്. എഴുതി വെക്കുക. നമ്പർ ഓഫ് terms is equal to xn minus x1 by d plus 1. എന്താണ്? xn minus x1 plus xn minus x1 by d plus 1. xn minus x1 by d plus 1. നമുക്ക് xn എത്രയാണോ xnൽ നിന്ന് x1 മൈനസ് ചെയ്യാം. എന്നിട്ട് അതിനെ d കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് +1 ചേർക്കുക. ഇവിടെ xn എത്രയാണ്? 997 ആണ്. x എന്ന് പറയുന്നത് ലാസ്റ്റ് ടേം ആണ്. ഇനി x1 എന്താണ്? ഫസ്റ്റ് ടേം ആണ് 101. d എത്രയാണ്? അതിന്റെ ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് അത് d ആണ്. ദെൻ +1 ആഡ് ചെയ്താൽ നമുക്ക് എത്ര ടേംസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മളിത് ചെയ്ത് നോക്കിയാല് xn എത്രയാണ്? xn is equal to 997. x1 is equal to 101. ഇതിന് മൈനസ് ചെയ്താൽ 997 minus 101 that's equal to എത്ര കിട്ടും? 896 അല്ലെ. 896 കിട്ടും. അപ്പം 896
96നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ കോമൺ ഡിഫറൻസ് എത്രയാ നമുക്ക് അറിയാം അല്ലെ? 7 ആണ്. അപ്പൊ 896 ഡിവൈഡഡ് ബൈ 7 എത്രയാണ് നോക്കാം. എത്രയാ? 7 കൊണ്ട് ചെയ്താല് 8ല് ഒരു 7, ബാക്കി 1, 90ല് 2 7, 2 7s are 14, ബാക്കി 5, 56ൽ എത്രയാണ്? 8 7. അപ്പൊ എത്ര കിട്ടും? 128 കിട്ടും. അതായത് xn മൈനസ് x1 ബൈ d എത്ര കിട്ടി? 128 കിട്ടി. അതിനോട് പ്ലസ് 1 ചെയ്താൽ നമുക്ക് 129 കിട്ടും. അപ്പൊ how many terms in the sequence? In the sequence there are 129 terms. അപ്പൊ ഇതില് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്ര ടേംസുകളാ കിട്ടിയത്? 129 ടേംസ് ആണ്. അപ്പൊ നമ്മൾ ചെയ്തത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ, അതായത് 129 ടേംസ് ആണോ ഇതിലുള്ളത് എന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ ഫസ്റ്റത്തെ ആ ഇക്വേഷൻ ഉപയോഗിച്ച് നോക്കാം. ഏതായിരുന്നു? xn ഈസ് ഈക്വൽ ടു x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d ചെയ്ത് നോക്കാം. ഇവിടെ x1 എത്രയാണ്? 101. n എത്രയാണ്? 129. 129 മൈനസ് 1 128. 128 ഇൻറ്റു 7. ഓക്കെ, എത്ര കിട്ടും? 128 ഇൻറ്റു 7 എന്ന് പറഞ്ഞാൽ 896 പ്ലസ് 101 എന്ന് പറഞ്ഞാല് 6 7 9 8 9 997. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ടേം എത്ര കിട്ടിയിട്ടുണ്ട്? 997 കിട്ടിയിട്ടുണ്ട്. Therefore the answer is correct. അടുത്തത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. Fill up the empty cells of the given square such that the numbers in each row and column form arithmetic sequence. Okay, fill up the empty cells. ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ ബോക്സില് കുറച്ച് സെൽസുകള് എംപ്റ്റി ആണ്, ഒന്നുമില്ല, എഴുതാത്ത സെൽസുകളാണ് കുറെ എണ്ണം. ഈ സെൽസുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനാണ്. എന്നാൽ ഇവിടെ 4 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓരോ എൻഡിലും ഓരോ കോർണറിലെയും നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കോർണേഴ്സിലൊക്കെ ബാക്കിയുള്ള ബോക്സ് ഒക്കെ എന്ത് ചെയ്യണം? നമ്മൾ ഫില്ല് ചെയ്യണം. ബാക്കിയുള്ള കളങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്യണം. എങ്ങനെയാണ് അത്? അരിത്തമെറ്റിക് സീക്വൻസ് ആവാൻ വേണം. അതായത് ഇങ്ങനെ നോക്കിയാൽ അത് അരിത്തമെറ്റിക് സീക്വൻസ് ആവണം, ഇങ്ങനെ നോക്കിയാലും ആ നമ്പേഴ്സ് അരിത്തമെറ്റിക് സീക്വൻസ് ആവണം, ഇങ്ങനെ നോക്കിയാലും അരിത്തമെറ്റിക് സീക്വൻസ് ആവണം, ഇങ്ങനെ നോക്കിയാലും എന്താവണം? അരിത്തമെറ്റിക് സീക്വൻസ് ആവുന്ന രീതിയിൽ ഈ സെല്ലുകളൊക്കെ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കിതൊന്നും നോക്കണ്ട, ഇത് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് വിചാരിക്കാം. ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം അറിയില്ല, തേർഡ് ടേം അറിയില്ല, ഫോർത്ത് ടേം എത്രയാണ്? ഫോർത്ത് ടേം 4. ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം x2 x3 നമുക്കറിയില്ല, ഫോർത്ത് ടേം 4 ആണെന്ന് വിചാരിക്കാം. ഇനി ഇതില് നമുക്കറിയാം x2 x3 കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലെ? എന്താ ചെയ്യേണ്ടത്? ആദ്യം പൊസിഷൻ ഡിഫറൻസ് കാണാം. പൊസിഷൻ ഡിഫറൻസ് എങ്ങനെ കാണാം? 4 ഫോർത്ത് പൊസിഷന് ഫസ്റ്റ് പൊസിഷൻ, അതായത് 4 മൈനസ് 1 that is equal to 3 കിട്ടി. ഇനി ടേം ഡിഫറൻസ് കാണാം. അതായത് ഫോർത്ത് പൊസിഷനിലെ ടേം എത്രയാണ്? 4 തന്നെയാണ്. ഫസ്റ്റ് പൊസിഷനിലെ ടേം എത്രയാണ്? 1 തന്നെയാണ്. അപ്പൊ 3. ഓക്കെ, അപ്പൊ ടേം ഡിഫറൻസും പൊസിഷൻ ഡിഫറൻസും കണ്ടു. ഇനി ടേം ഡിഫറൻസിനെ പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താല്, ടേം ഡിഫറൻസിനെ പൊസിഷൻ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പൊ 3/3 ഈസ് ഈക്വൽ ടു 1 കിട്ടി. അപ്പൊ d ഈസ് ഈക്വൽ ടു 1. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ടേം കാണണമെങ്കിൽ ഒന്നാമത്തെ ടേമിനോട് എന്ത് ചെയ്യണം? 1 ആഡ് ചെയ്യണം. അപ്പൊ 2 കിട്ടും, ഇവിടെ 3 കിട്ടും, ഇവിടെ എന്താണ്? ഓൾറെഡി 4. അപ്പൊ ഒന്നാമത്തെ സീക്വൻസ് നമ്മൾ അവിടെ കണ്ടു. ഇനി രണ്ടാമത്തെ സീക്വൻസിന്റെ രണ്ടാമത്തെ എന്താക്കി എടുക്കുക? ഇത് ഈ ഒരു സീക്വൻസ് ആക്കി എടുക്കുക. അതായത് x1 എന്ന് പറയുന്നത് 1, x2 അറിയില്ല, x3 അറിയില്ല, x4 എന്താക്കി എടുക്കുക? 7 ആക്കി എടുക്കുക. ഫസ്റ്റ് നമ്മൾ എന്ത് കാണാം? പൊസിഷൻ ഡിഫറൻസ് കാണാം. പൊസിഷൻ ഇത്
7 എന്ന് പറയുന്നത് എത്രാമത്തെ പൊസിഷനിലാണ്? 4ാമത്തെ പൊസിഷനിലാണ്. അപ്പൊ ഇത് 1ാമത്തെ പൊസിഷനിലാണ്. പൊസിഷൻ ഡിഫറൻസ് എത്രയാണ്? 4 minus 1 that is equal to 3. ഇനി എന്ത് കാണാം? ടേം ഡിഫറൻസ് കാണാം. 7 ആണ് 4ാമത്തെ ടേം, 1 ആണ് 1ാമത്തെ ടേം. ഓക്കെ, 7 minus 1 എത്ര കിട്ടും? 6. ഇനി നമ്മൾ d എങ്ങനെ കാണും? d is equal to 6/3 that is equal to 2. അപ്പൊ ഇവിടെ d നമുക്ക് 2 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്താ പ്ലസ് ചെയ്യേണ്ടത്? ഓരോന്നിനോടും 2 പ്ലസ് ചെയ്യാം. 1നോട് 2 പ്ലസ് ചെയ്താൽ 3, 3നോട് 2 പ്ലസ് ചെയ്താൽ 5. എങ്ങനെ കിട്ടി? 1, 3, 5, 7 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ഇത് എന്ത് ചെയ്യാം? ഇതുപോലെ ഒരു സീക്വൻസ് ആക്കി എടുക്കാം. 7ഉം 28ഉം. അപ്പൊ 7 ഇതും അതും അറിയില്ല, 28. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം പൊസിഷൻ ഡിഫറൻസ് കാണാം. ഇതാണ് 4th പൊസിഷനില്, ഇത് 1st പൊസിഷനില്. അപ്പൊ പൊസിഷൻ ഡിഫറൻസ് 4 minus 1 is equal to 3. അതിന് ടേം ഡിഫറൻസ് എത്രയാണ്? 28 minus 7 that is equal to 21. ഇനി d എങ്ങനെ കാണാം? 21 divided by 3. 21 divided by 3 is equal to 7. അപ്പൊ d നമുക്ക് എത്ര കിട്ടി? d is equal to 7. ഇനി എന്ത് ചെയ്യണം? ഇതിനോടെല്ലാം 7 ആഡ് ചെയ്യാം. അപ്പൊ 7 plus 7 14. 14 plus 7 21. അപ്പൊ 21 plus 7 28 കിട്ടുന്നുണ്ടോ? നിങ്ങളൊന്ന് നോക്കാം. അപ്പൊ എന്തായിരിക്കും? ഇത് ശരിയായിരിക്കും. ഇനി അടുത്തത് എന്താണ്? അടുത്ത സീക്വൻസില് ഫസ്റ്റ് ടേം നമ്മൾ 4 ആക്കി എടുക്കുക. അടുത്ത സീക്വൻസിലെ ഫസ്റ്റ് ടേം ഇതാണ്. അടുത്ത സീക്വൻസിലെ ഫസ്റ്റ് ടേം 4, ഇതും ഇതും അറിയില്ല. ലാസ്റ്റ് ടേം എത്ര വരും? 28. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം? പൊസിഷൻ ഡിഫറൻസ് കാണാം. 4 minus 1 that is equal to 3. ഇനി ടേം ഡിഫറൻസ് കാണാം. 28 minus 4 that is equal to 24. ഇനി d കാണണമെങ്കിൽ എന്ത് ചെയ്യണം? 24 divided by 3 that is equal to 8. അല്ലേ? അപ്പൊ here d is equal to 8. So we have to add 8 plus 4. 8 plus 4 12. 12 plus 8 12 plus 8 എത്രയാണ്? 20. 20 plus 8 28. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ കിട്ടി അല്ലേ? ഇനി എന്ത് ചെയ്യണം? ഇനി ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. എല്ലാ സെല്ലും കംപ്ലീറ്റ് ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടില്ലേ? എല്ലാ സെല്ലും കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഒന്നുകിൽ ഈ 2 സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഈ 2 സെലക്ട് ചെയ്യാം. നിങ്ങളുടെ ചോയ്സ് ആണ്. 2 ചെയ്താലും നമുക്ക് കറക്റ്റ് ആണ് കിട്ടുക. ഇവിടെ ഞാൻ എടുക്കുന്നത് ഫസ്റ്റ് ടേം 3 ആയിട്ടും ലാസ്റ്റ് ടേം 12 ആയിട്ടും എടുക്കാണ്. അപ്പൊ 3 dash dash 12. ഓക്കെ, ഇവിടെ പൊസിഷൻ ഡിഫറൻസ് എത്രയാണ്? 4 minus 1 that is equal to 3. ടേം ഡിഫറൻസ് എത്രയാണ്? 12 minus 3 that is equal to 12 minus 3 എത്രയാണ്? 9. അപ്പൊ d is equal to 9/3 that is equal to 3. അപ്പൊ d 3 ആണെങ്കിൽ ഇവിടെ എത്ര വരും? 3 plus 3 6. 6 plus 3 9. 9 plus 3 എത്ര കിട്ടും? 12. ഇനി നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യാണ്? 5ഉം 20ഉം എടുക്കാണ്. ഓക്കെ, ഇവിടെയും എന്താണ്? പൊസിഷൻ ഡിഫറൻസ് എത്രയാണ്? 3 വരും. ഇതെല്ലാം ചെയ്യണ്ടല്ലോ. പൊസിഷൻ ഡിഫറൻസ് 3 വരും. ടേം ഡിഫറൻസ് എത്രയാണ്? 20 minus 5 15 വരും. ഓക്കെ, അപ്പൊ 15/3 d is equal to 15/3 that is equal to 5 വരും. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാ? 5 പ്ലസ് ചെയ്ത് പോവാ. 5 plus 5 10. 10 plus 5 15. ഓക്കെ, ഇനി നമുക്ക് ഇത് ശരിയാണോ എന്ന് പരിശോധിച്ച് നോക്കാം. 2 plus 4 ആണ് 6. 6 plus 4 ആണ് 10. 10 plus 4 അല്ലേ 14. ഇത് ശരിയാണോ നോക്ക്. 3 plus 6 ആണ് 9. 9 plus 6 ആണ് 15. 15 plus 6 ആണ് എന്ത്? 21. അപ്പൊ നമ്മുടെ എല്ലാ സെൽസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അത് ഇങ്ങനെ നോക്കിയാലും അരിത്തമെറ്റിക് സീക്വൻസ് ആണ്, ഇങ്ങനെ നോക്കിയാലും എന്താണ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വായിക്കാം. In the table below, some arithmetic sequences given with 2 numbers against each. Check whether each belongs to the sequence or not. അതായത് ഈ ടേബിളില് കുറച്ച് അരിത്തമെറ്റിക് സീക്വൻസുകൾ തന്നിട്ടുണ്ട്. അതിന്റെ കൂടെ എന്തും തന്നിട്ടുണ്ട്? 2 നമ്പേഴ്സും തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത്
ചെക്ക് വെദർ ദീസ് നമ്പർ ബിലോങ്സ് ടു ദീസ് അരിത്തമാറ്റിക് സീക്വൻസ് എന്നാണ്. അതായത് ഈ സീക്വൻസിലെ മെമ്പേഴ്സ് ആണോ ഈ 2 നമ്പേഴ്സും, ഈ 11, 22, 33 എന്ന് തുടങ്ങുന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളാണോ 123ഉം 132ഉം എന്ന് പരിശോധിക്കാനാണ്. യെസ് ആണെങ്കിൽ യെസ് എഴുതാം, നോ ആണെങ്കിൽ നോ എഴുതാം. ഓക്കെ, അടുത്തത് എന്താണ്? 12, 23, 34 ഈ സീക്വൻസിലെ ടേംസ് ആണോ 100ഉം 1000ഉം എന്ന് പരിശോധിക്കാനാണ്. അതായത് 12, 23, 34 എന്ന് തുടങ്ങുന്ന സമാന്തര ശ്രേണിയിലെ പദങ്ങളാണോ 100ഉം 1000ഉം എന്ന് പരിശോധിക്കാനാണ്. അടുത്തത് 21, 32, 43 എന്ന സീക്വൻസിലെ ടേംസ് ആണോ 100, 1000 എന്ന് നോക്കാനാണ്. അടുത്തത് 1/4, 1/2, 3/4 ഇങ്ങനെ പോകുന്ന അരിത്തമാറ്റിക് സീക്വൻസിന്റെ ടേം ആണോ 3ഉം 4ഉം എന്ന് ചെക്ക് ചെയ്യാനാണ്. നെക്സ്റ്റ് 3/4, 1, 1/2, 2, 1/4 എന്ന് തുടങ്ങുന്ന അരിത്തമാറ്റിക് സീക്വൻസിന്റെ ടേമുകളാണോ 3ഉം 4ഉം എന്ന് പരിശോധിക്കാനാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. 7ാമത്തെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഇതില് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ആ അരിത്തമാറ്റിക് സീക്വൻസിലെ ടേംസുകളാണോ ഇത് എന്ന് നമ്മളോട് ചെക്ക് ചെയ്യാനാണ്. അപ്പൊ നമ്മൾ ഇതുപോലത്തെ ഒരു കണക്ക് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇത് ചെക്ക് ചെയ്യുക? അപ്പൊ അതിന് കുറെ മെത്തേഡുകൾ ഉണ്ട്. അതില് ഞാനൊരു മെത്തേഡാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മള് ഇത് ഈ സീക്വൻസിലെ ഒരു ടേം ആണെങ്കിൽ അത് n ഈക്വൽ ടു എന്തായിരിക്കും? നാച്ചുറൽ നമ്പർ ആയിരിക്കും. അതായത് n എന്തായിരിക്കും? ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. അപ്പൊ n എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. n എന്ന് പറഞ്ഞാൽ ടേം ആണ്, അല്ലെ? ടേം മീൻസ് എത്രാമത്തെ ടേം ആണോ എന്നുള്ളത് കാണിക്കാനാണ് നമ്മൾ n യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ അത് കാണാൻ നമ്മൾ ഒരു ഇക്വേഷൻ കൂടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. x1 plus n-1 into d. അതായത് xn കാണാനുള്ള ഇക്വേഷൻ ആണ് ഇത്. x1 plus n-1 into d. ഓക്കെ, അപ്പൊ ഇവിടെ x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ് 11 പ്ലസ് n നമുക്ക് അറിയില്ല, അല്ലെ? n-1 into d. d എത്രയാണ് ഇവിടെ? d 11 തന്നെയാണ്. ഓക്കെ, 11ഉം 22ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 11 തന്നെയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 123 ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ്. അതായത് എന്നാം പദം 123 ആണോ എന്ന് പരിശോധിക്കാൻ പോവാണ്. nth ടേം 123 ആണോ എന്ന് പരിശോധിക്കാൻ പോവാണ്. അപ്പൊ അത് ചെയ്യാം. 11 plus 11 into n, 11 n-1 into 11 minus 11, that is equal to 123. ഇനി ഈ 11ഉം -11ഉം 0 ആയി. പിന്നെ ബാക്കിയുള്ളത് 11n minus 11n is equal to 123. n is equal to 123 by 11. അപ്പൊ 123നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് n എന്തായിരിക്കണം? ഒരു നാച്ചുറൽ നമ്പർ കിട്ടുകയാണെങ്കിൽ ഓക്കെ, n is the 123 is the member of this arithmetic sequence. അപ്പൊ നമുക്ക് ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാ. യെസ്, 12ല് എത്ര 11 ഉണ്ട് നോക്കാം. 111, ബാക്കി 1, ബാക്കി എത്രയാണ്? 13 ആണ്. 13 എത്ര 11 ആണുള്ളത്? 1, ബാക്കി എത്രയുണ്ട്? 2. അപ്പൊ ഇത് എന്തല്ല, നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നമ്പർ കിട്ടില്ല, ഡെസിമൽ ആയിട്ട് പോകും, അല്ലെ? Therefore, this is not the member of the arithmetic sequence. 123 is not a term. നമുക്ക് ഫൈനൽ ആൻസർ എന്താ കിട്ടിയത്? നോട്ട് എ ടേം. അപ്പൊ നമ്മൾ ആ ബോക്സിൽ എന്ത് എഴുതണം? നോൺ എഴുതണം. ഓക്കെ, ഇനി നമുക്ക് 132 ഇതിലൊരു ടേം ആണോ എന്ന് പരിശോധിക്കാം. ഇപ്പൊ 132 ടേം ആണോ എന്ന് പരിശോധിക്കാൻ പോവാണ്. അപ്പൊ എന്താ നമ്മൾ ആദ്യം എഴുതേണ്ടത്? xn is equal to x1 plus n-1 into d. ഓക്കെ, ഇവിടെ x1 എത്രയാണ്? x1 11 തന്നെ. n-1 അതുപോലെ n അറിയില്ലല്ലോ നമുക്ക്. d എത്രയാണ്? 11. ദാറ്റ് ഈസ് ഈക്വൽ ടു 132 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ 11 അങ്ങനെ തന്നെ പ്ലസ് 11 into n
11n minus 11 that is equal to okay. അപ്പോൾ 11 ഉം 11 ഉം എന്തായി ക്യാൻസൽ ആയി. ബാക്കി 11n is equal to 132. n is equal to 132 by 11. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്ത് നോക്കാം, ഡിവൈഡ് ചെയ്ത് നോക്കാം. 132 divided by 11. അപ്പോൾ 1 ടൈം അല്ലേ 11, ബാക്കി 3 minus 1 2. 22 എത്ര ടൈം ആണ് 2. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര കിട്ടി, n is equal to 12 കിട്ടി. Therefore 132 is the term of this arithmetic sequence എന്ന് പറയാം നമുക്ക് അല്ലെ. കാരണം എന്താണ്, n ഒരു പെർഫെക്റ്റ് നാച്ചുറൽ നമ്പർ കിട്ടിയത് കൊണ്ട്, നമുക്കൊരു പൂർണ്ണസംഖ്യ കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, 132 ഈ ഒരു ശ്രേണിയിലെ അംഗമാണെന്ന് പറയാം. പാഠപുസ്തകത്തിലെ 21-ാമത്തെ പേജിലെയും 22-ാമത്തെ പേജിലെയും ചില കണക്കുകളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത്. ഇതിൻ്റെ ബാക്കിയുള്ള കണക്കുകൾ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.